ദാമ്പത്യ തകർച്ചയ്ക്കും അക്രമങ്ങൾക്കുമൊക്കെ അവിഹിത ബന്ധങ്ങൾ കാരണമാകുന്നത് പുതുമയല്ല. എന്നാൽ സമാനതകളില്ലാത്ത സംഭവമാണ് പത്തനംതിട്ട കോയിപ്രത്തുണ്ടായത്. ഭാര്യയ്ക്ക് 2 യുവാക്കളുമായുള്ള ബന്ധം ഭർത്താവ് അറിയുന്നു. വീട്ടിൽ കലഹമുണ്ടായെങ്കിലും പിന്നീട് ഇരുവരും ധാരണയിലെത്തുന്നു. യുവാക്കളോടുള്ള പക മനസ്സിൽ സൂക്ഷിച്ച ഭർത്താവ് ഭാര്യയെ കൊണ്ട് തന്നെ ഇരുവരെയും വെവ്വേറെ ദിവസങ്ങളിൽ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. ഭാര്യയുടെ സഹായത്തോടെ 2 പേരെയും അതിക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കുന്നു. നഖങ്ങൾക്കിടയിൽ മുട്ടുസൂചി കയറ്റിയും ജനനേന്ദ്രിയത്തിൽ സ്റ്റേപ്ലർ പിന്നുകൾ അടിച്ചും കെട്ടിത്തൂക്കി ദേഹമാസകലം ഇടിച്ചു നുറുക്കിയും സമാനതകളില്ലാത്ത പീഡനം. മർദ്ദന ദൃശ്യങ്ങളും നഗ്ന ദൃശ്യങ്ങളും അടക്കം പകർത്തി വിവരം പുറത്ത് പറയരുതെന്ന് യുവാക്കളെ ഇരുവരും ഭീഷണിപ്പെടുത്തി. ഐഫോണും പണവും തട്ടിയെടുത്തു. അന്വേഷണമുണ്ടായാൽ അത് വഴിതെറ്റിക്കാൻ ആഭിചാര പ്രയോഗം അടക്കമുള്ള സൂചനകളും ഈ സൈക്കോ ദമ്പതിമാർ ഇരകൾക്ക് മുൻപിൽ കാട്ടിയിരുന്നു. ഞെട്ടലുണ്ടാക്കുന്ന ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് പോലീസ് പെട്രോളിൽ ആദ്യം. സ്വാഗതം. പത്തനംതിട്ട ചരൽക്കുന്നിൽ യുവാക്കളെ ക്രൂരമായി പീഡിപ്പിച്ച യുവദമ്പതിമാർ അറസ്റ്റിൽ. ചരൽക്കുന്ന് സ്വദേശി ജയേഷ്, ഭാര്യ രശ്മി എന്നിവരാണ് അറസ്റ്റിലായത്. റാന്നി, ആലപ്പുഴ സ്വദേശികളെയാണ് ഇരുവരും അതിക്രൂരമായി മർദ്ദിച്ചത്. സ്വകാര്യ ഭാഗത്ത് സ്റ്റേപ്ലർ പിന്നുകൾ അടിക്കുകയും കെട്ടിത്തൂക്കി ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. മർദ്ദനമേറ്റ 2 യുവാക്കളും ബന്ധുക്കളാണ്. ഇവർക്ക് രശ്മിയുമായുള്ള ബന്ധം ജയേഷ് അറിഞ്ഞതിനെ തുടർന്നാണ് ഭാര്യയുടെ സഹായത്തോടെ ഇരുവരും വെവ്വേറെ ദിവസങ്ങളിൽ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതും ക്രൂരമായി മർദ്ദിച്ചതുമെന്ന് പോലീസ് കണ്ടെത്തി. അതിക്രമം നടന്ന കോയിപ്രം ആന്താലിമണ്ണിലെ വീട്ടിൽ മുഖ്യപ്രതി ജയേഷിനെ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. സെപ്റ്റംബർ 1 ആലപ്പുഴ സ്വദേശിക്ക് മർദ്ദനമേറ്റത്. തിരുവോണ ദിവസമായ 5 റാന്നി സ്വദേശിയായ യുവാവിനോടുള്ള ക്രൂരത. 2 യുവാക്കളും ബന്ധുക്കളാണ്. ഇരുവരും സംഭവം പുറത്തു പറഞ്ഞില്ലെങ്കിലും റാന്നി സ്വദേശിക്ക് മർദ്ദനമേറ്റ വിവരം ആശുപത്രിയിൽ നിന്നറിഞ്ഞ പോലീസ് സ്ഥലത്ത് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവത്തിന്റെ ചുരുളഴിഞ്ഞത്. ഇതോടെയാണ് ആലപ്പുഴ സ്വദേശിയും സമാന പീഡനത്തിന് ഇരയായ വിവരവും പുറത്തുവന്നത്. റാന്നി സ്വദേശിയായ യുവാവും പ്രതിയായ ജയേഷും ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരും സുഹൃത്തുക്കളുമാണ്. തിരുവോണ ദിവസം ഇയാളെ തന്ത്രപൂർവ്വം വീട്ടിലെത്തിച്ചായിരുന്നു ക്രൂരമർദ്ദനം. യുവാക്കൾക്ക് രശ്മിയുമായി വഴിവിട്ട ബന്ധമുണ്ടായിരുന്നുവെന്നും അതിന്റെ തുടർച്ചയായാണ് മർദ്ദനമുണ്ടായത് എന്നും പോലീസ് വ്യക്തമാക്കി. യുവാക്കളും രശ്മിയുമായി സെക്സ് ചാറ്റ് നടത്തിയിരുന്നു. ഇത് ഭർത്താവ് ജയേഷ് കണ്ടെത്തിയതിനെ തുടർന്ന് വഴക്കുണ്ടായി. പിന്നീട് രശ്മിയും ജയേഷുമായുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കുകയും ചെയ്തു. പക്ഷേ യുവാക്കളോടുള്ള പക സൂക്ഷിച്ച ജയേഷ് രശ്മിയുടെ സഹായത്തോടെ അവരെ വിളിച്ചുവരുത്തി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് വിവരം. രശ്മി യുവാക്കളെ മർദ്ദിക്കാൻ സുമനസാലെ തയ്യാറായതാണോ അതോ ജയേഷിന്റെ സമ്മർദ്ദം മൂലം കൂട്ടുനിന്നതാണോ എന്നതിൽ വ്യക്തതയില്ല. രശ്മിയുമായുള്ള ചാറ്റുകളും ദൃശ്യങ്ങളും യുവാക്കളുടെ ഫോണിലുണ്ടെന്ന സംശയത്തിലാണ് പീഡനമെന്നും പോലീസ് കരുതുന്നു. ജയേഷിന്റെ ഫോണിലെ രഹസ്യ ഫോൾഡറിൽ മർദ്ദനത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങളും മറ്റു വിവരങ്ങളും ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നു. പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുത്തു. റാന്നി സ്വദേശിയായ യുവാവിന്റെ ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ അടിക്കുകയും പെപ്പർ സ്പ്രേ ഉപയോഗിക്കുകയും ചെയ്തു. വീട്ടിലെ മുറിയിൽ തലകീഴായി കെട്ടിത്തൂക്കി ഇരുമ്പ് വടികൊണ്ടാണ് പ്രതികൾ ക്രൂരമായി മർദ്ദിച്ചത്. വീട്ടിൽ ചെന്നപ്പോൾ വല്ലാത്തൊരു അന്തരീക്ഷം. ജയേഷും വൈഫും മാത്രമേ ഉള്ളൂ. അവിടെ ചെന്ന് കയറി അവിടെ കുറച്ചു നേരം സംസാരിക്കാൻ നോക്കി. വീടെന്ന് പറയാൻ പറ്റത്തില്ല, വല്ലാത്തൊരു അന്തരീക്ഷമാണ് അവിടെ. സംസാരിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് പെട്ടെന്ന് പെപ്പർ സ്പ്രേയും വേറെന്തോ കുട്ടിന്റെ മുഖത്തടിച്ച് കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥ. കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നല്ല തലകറക്കം തോന്നുന്നുണ്ട്. ആ സമയത്ത് എന്നെ 2 പേരുടെ കൂടി കൈ കൂട്ടി കെട്ടി കയറ് പ്ലാസ്റ്റിക് വെച്ച് കൈയും കൂടെ കെട്ടിയിട്ട് ആദ്യം ഷാളിട്ടാണ് കിട്ടുന്നത്. പിന്നെ ഒരു കയറിട്ട് കെട്ടി ഞങ്ങളുടെ ഉത്തരത്തിലോട്ട് വലിച്ചു തൂക്കിയിട്ട് അതിന് മുന്നേ ജേഷനെ നല്ലതായിട്ട് മർദ്ദിച്ചിട്ടുണ്ട്. എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്നു. അവിടെ കണ്ണിൽ പെപ്പർ സ്പ്രേ ആണ്, കണ്ണ് തുറക്കാൻ പറ്റത്തില്ല. അതിന് വലിച്ചു തൂക്കിയിട്ട് കാലും കൂട്ടി കെട്ടിയിട്ട് തൂക്കി ഇങ്ങനെ തൂക്കി കെട്ടി നിർത്തിയേക്കുക. അതിന് ശേഷം കമ്പിയടി ഏറ്റവും ഉപദ്രവിച്ച കമ്പിയടി വെച്ചിട്ടാണ്. നട്ടലിന് പൊട്ടൽ വരെ വന്ന, വാരിയിൽ നിന്നും പൊട്ടൽ വന്ന് ആ കമ്പിയടി ഉപയോഗിച്ചിട്ടാണ്.
അതുപോലെ അട്ടിച്ച് അവസാനത്തിലാക്കി. രശ്മിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുന്നതായി അഭിനയിക്കാനും പ്രതികൾ നിർബന്ധിച്ചു. ഇത് മൊബൈലിൽ പ്രതികൾ പകർത്തുകയും ചെയ്തു. വിവരം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്നും ഭീഷണിപ്പെടുത്തി. അതിനിടയ്ക്ക് ഇവര് സംസാരിക്കുന്നതൊക്കെ വേറെന്തോ ഒരു എന്നാ പറയണ്ടേ, ഒരു എന്തോ പൂജയോ കാര്യങ്ങൾ ഇവരുടെ പൂർവികരുമായിട്ട് കേട്ട് ഇവരിവിടെ പൂർവികരാണെന്ന് അങ്ങനെയൊക്കെ വിശ്വസിച്ചാണ് സംസാരിക്കുന്നത്. രശ്മി ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുക, ഒരു വീഡിയോ എടുക്കുക, ഈ ചെയ്യുന്ന രശ്മിയാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ കാലിന് 5 വിരലിൽ മുട്ടുകൂലി, കാലിന് മുട്ട് പൊട്ടിച്ചിട്ട് ആ മുറിവിനകത്തോട്ട് പെപ്പർ സ്പ്രേ അടിച്ച് നിറയ്ക്കുക. പിന്നെ കാണിക്കാത്ത സ്റ്റാപ്ലർ, എന്റെ പെനിസ് വലിച്ചു പിടിച്ചിട്ട് രശ്മിയാണ് അവർ സ്റ്റാപ്ലർ അടിക്കുന്നത്. ജയേഷ് ഇങ്ങനെ വലിച്ചു പിടിച്ചു രശ്മി ഇങ്ങനെ സ്റ്റാപ്ലർ അടിക്കുക, പുറത്ത് മൊത്തം സ്റ്റാപ്ലർ. അനുഭവിക്കാനൊന്നുമില്ല, ജീവനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആ പരുവത്തിലാണ് എന്നെ പുതുമണ്ണ പാടത്തിനോടെ കൊണ്ട് ഉപേക്ഷിക്കുന്നത്. അവശനായ യുവാവിനെ പിന്നീട് തൊട്ടടുത്ത ജംഗ്ഷനിലെത്തിച്ച് ഉപേക്ഷിക്കുകയായിരുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ഇയാളെ പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. മാനഹാനി ഭയന്നാണ് യുവാക്കൾ ആദ്യഘട്ടത്തിൽ മർദ്ദന വിവരം പുറത്തു പറയാതിരുന്നത്. മർദ്ദനത്തിന് മുൻപ് ആഭിചാരക്രിയ നടത്തിയെന്നും പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഇരയായ യുവാവ് പറഞ്ഞിരുന്നു. ഇതിൽ ആഭിചാരം നാടകമായിരുന്നുവെന്നും അന്വേഷണമുണ്ടായാൽ വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണെന്നും പോലീസ് സംശയിക്കുന്നു. സൈക്കോ മനോഭാവമുള്ള വ്യക്തികളാണ് പ്രതികളെന്ന് പോലീസ് പറഞ്ഞു. സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഹണി ട്രാപ്പ് ഇവർ നടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 പത്തനംതിട്ട. പത്തനംതിട്ടയിൽ യുവാക്കളെ ദമ്പതിമാർ അതിക്രൂരമായി മർദ്ദിച്ച സംഭവം സമാനതകളില്ലാത്തതാണ്. ഓണം ആഘോഷിക്കാനെന്ന് പറഞ്ഞാണ് റാന്നി സ്വദേശിയെ വീട്ടിൽ വിളിച്ചു വരുത്തി അതിക്രൂരമായി മർദ്ദിച്ചത്. 26 സ്റ്റേപ്ലർ പിന്നുകളാണ് യുവാവിന്റെ ജനനേന്ദ്രിയത്തിൽ അടിച്ചത്. രശ്മിയുടെ ഫോണിൽ നിന്ന് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ജയേഷ് മർദ്ദിക്കുന്നത് രശ്മിയാണ് ഫോണിൽ പകർത്തിയിരുന്നത്. ഈ കേസിന്റെ അന്വേഷണത്തിലാണ് ആലപ്പുഴ സ്വദേശിയായ യുവാവിനും മർദ്ദനമേറ്റ വിവരം പുറത്തു വന്നത്. തിരുവോണ ദിവസമാണ് റാന്നി സ്വദേശിയായ യുവാവിനെ മുൻ സഹപ്രവർത്തകനായ ജയേഷ് ഫോണിൽ വിളിക്കുന്നത്. വൈകുന്നേരം ഒന്നിച്ചിരിക്കാമെന്നാണ് ജയേഷ് ഫോണിൽ പറഞ്ഞത്. വൈകിട്ട് 4 മണിയായപ്പോൾ ജയേഷിൻ്റെ വീട്ടിലെത്തിയെന്ന് യുവാവ് പോലീസിനോട് പറഞ്ഞു. അവിടെ ജയേഷും ഭാര്യയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തുടർന്ന് സംസാരിച്ചിരിക്കുമ്പോൾ പെപ്പർ സ്പ്രേയും മറ്റെന്തോ സ്പ്രേയും മുഖത്തടിച്ച് മർദ്ദിക്കുകയായിരുന്നു. ഇതിൻ്റെ ആഘാതത്തിൽ ബോധം പോകുന്നത് പോലെയായി. അത് കഴിഞ്ഞ് കൈകൾ കൂട്ടിക്കെട്ടി. പിന്നെ തൂക്കി നിർത്തിയിട്ട് കാലുകളും കയറുപയോഗിച്ച് കൂട്ടിക്കെട്ടി. വീട്ടിലുണ്ടായിരുന്ന ഓരോ ആയുധങ്ങളും എടുത്തുകൊണ്ടുവന്ന് ആക്രമിച്ചു. രശ്മി ആയുധങ്ങൾ കൊണ്ടുവരും, ജയേഷ് അത് വെച്ച് ഇടിക്കും. ഇതെല്ലാം രശ്മി ഫോണിൽ റെക്കോർഡ് ചെയ്യും. മർദ്ദനം താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നുവെന്നും ഇയാൾ മൊഴി നൽകി. നഖം പിഴുതെടുക്കാൻ നോക്കി. 5 വിരലിലും നഖത്തിനിടയിൽ മുട്ടുസൂചി അടിച്ചു കയറ്റി. ജനനേന്ദ്രിയം വലിച്ചു പിടിച്ച് മൊത്തം സ്റ്റാപ്ലർ പിന്നടിച്ചു. മെഡിക്കൽ കോളേജിൽ നിന്നാണ് അതെല്ലാം നീക്കം ചെയ്തത്. 26 പിന്നുകളാണ് അടിച്ചത്. മർദ്ദനത്തിൽ നട്ടലിനും വാരിയലിനും പൊട്ടലുണ്ടായി. രശ്മിയുടെ ഫോണിൽ നിന്ന് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചു. അതിക്രൂരമായ മർദ്ദനമാണ് പ്രതികൾ നടത്തിയതെന്നും സാധാരണ മനോനിലയിലുള്ള ഒരാൾക്ക് കണ്ടു നിൽക്കാനാവാത്ത അത്ര ക്രൂരമായ പീഡനമാണെന്നും പോലീസ് പറയുന്നു. സംഭവത്തിൽ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങളും പുറത്തുവന്നു. പരാതിക്കാരനായ റാന്നി സ്വദേശിക്ക് രശ്മിയുമായി അവിഹിതമുണ്ടായിരുന്നതായി ഭർത്താവ് ജയേഷ് സംശയിച്ചിരുന്നതായാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. രശ്മിയുടെ ദൃശ്യങ്ങൾ യുവാവിൻ്റെ ഫോണിലുണ്ടെന്നും ജയേഷ് സംശയിച്ചു. ഈ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിക്രൂര പീഡനം നടത്തിയത്. ഇരുമ്പ് വടി കൊണ്ട് അടിക്കുകയും സൈക്കിൾ ചെയിൻ കയ്യിൽ ചുരുട്ടി നെഞ്ചിൽ ഇടിക്കുകയും ചെയ്തു. യുവാവ് അവശനായതിന് പിന്നാലെ സ്കൂട്ടറിൻ്റെ നടുവിലിരുത്തി കൊണ്ടുപോവുകയും ഇയാളെ റോഡിൽ ഉപേക്ഷിക്കുകയുമായിരുന്നു. മർദ്ദിച്ചതായി പറഞ്ഞാൽ കൊലപ്പെടുത്തുമെന്നും ഇവർ ഭീഷണിപ്പെടുത്തി. ഇതിനുശേഷം പോലീസിനോട് പറയേണ്ട കാര്യങ്ങളും ജയേഷ് യുവാവിനോട് വിശദീകരിച്ചു. യുവാവിൻ്റെ കാമുകിയുടെ ബന്ധുക്കൾ മർദ്ദിച്ചതായി പുറത്തു പറയണമെന്നാണ് ജയേഷ് പറഞ്ഞത്. ഇത്തരത്തിലുള്ള ഒരു മൊഴിയാണ് യുവാവ് ആദ്യം പോലീസിന് നൽകിയത്. എന്നാൽ വിശദമായ അന്വേഷണത്തിലൂടെ പോലീസ് ഈ കള്ളക്കഥ പൊളിക്കുകയായിരുന്നു. യുവാവിൻ്റെ കാമുകിയെ ജയേഷും രശ്മിയും നേരത്തെ കാണുകയും പോലീസ് വന്നാൽ ബന്ധുക്കൾ മർദ്ദിച്ചതായി പറയണമെന്ന് പറയുകയും ചെയ്തു. ഇതാണ് ദമ്പതിമാരെ കുരുക്കാൻ വഴിയൊരുക്കിയതെന്നാണ് വിവരം.
മരിച്ചുപോയ ആരോ ദേഹത്ത് കയറിയതുപോലെയും മറ്റും മർദ്ദനത്തിനിടെ ഇവർ കാട്ടിയിരുന്നതായാണ് യുവാവിന്റെ മൊഴി. ആഭിചാരക്രിയകൾ പോലെ എന്തൊക്കെയോ ചെയ്തു. ദമ്പതിമാരുടെ പശ്ചാത്തലമടക്കം പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന ആലപ്പുഴ സ്വദേശിയായ യുവാവിനെയും സമാന രീതിയിലാണ് ദമ്പതിമാർ പീഡിപ്പിച്ചത്. രശ്മിയെ കാണാനായി തിരുവല്ലയിലെത്തിയ യുവാവിനെ ജയേഷാണ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. മർദ്ദനത്തിൽ യുവാവിന്റെ ഒരു കണ്ണിന്റെ കാഴ്ച ഭാഗികമായി നഷ്ടപ്പെട്ടതായും പറയുന്നു. യുവാക്കൾ രശ്മിയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നതായി അഭിനയിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. ഇതു കാണിച്ച് ഭീഷണിപ്പെടുത്തി ഇവരുടെ പണവും ഐഫോണും തട്ടിയെടുത്തുവെന്നും പോലീസ് പറഞ്ഞു. സംഭവത്തിൽ വളരെ വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തിവരുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. യുവാക്കളെ ദമ്പതിമാർ വീട്ടിലെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിന്റെ ഞെട്ടലിലാണ് പത്തനംതിട്ട കോയിപ്ര മാന്താലിമൺ നിവാസികൾ. വീട്ടിൽ നടന്ന സംഭവങ്ങളൊന്നും സമീപവാസികൾ പോലും അറിഞ്ഞിരുന്നില്ല. ജയേഷിന്റെയും രശ്മിയുടെയും ജീവിതം അടിമുടി ദുരൂഹമെന്നാണ് നാട്ടുകാർ ചിലർ പറയുന്നത്. ഇരുവരും ആരുമായും കാര്യമായി സഹകരിക്കാറില്ലായിരുന്നു. ദമ്പതിമാരുടെ 2 മുറികളും അടുക്കളയുമുള്ള ചെറിയ വീട്ടിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. തെളിവെടുപ്പിനെത്തിച്ചപ്പോഴും ജയേഷിന് യാതൊരു കൂസലുമില്ലായിരുന്നു. ഇനി നാട്ടിൽ ഇത്തരമൊരു സംഭവം ആവർത്തിക്കരുതെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഈ ഒരു സംഭവത്തിന്റെ, ഈ ഒരു ഹണി ട്രാപ്പ് സംഭവത്തിന്റെ വലിയ ഞെട്ടൽ തന്നെയാണ് നാട്ടുകാരുള്ളതെന്നാണ് മനസ്സിലാകുന്നത്. ചേച്ചി, എന്തായിരുന്നു സംഭവം? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇവർക്ക് അവനൊരു പണിക്കും പോകാതെ വീട്ടിൽ ഇരിക്കുക. അവന് ഒരു പണിക്ക് തന്നെ പോകാറില്ല. ഈ പെണ്ണും ഒരിടത്ത് കേറ്ററിംഗിന്റെ പണിക്കൊക്കെ പോയായിരുന്നു ആ വീട് വരുന്നുണ്ട്. ഇവര് കുറച്ച് നാളുകളായിട്ട് ഇവനെ ഒരു മൊബൈൽ പിടിച്ച് നടക്കാൻ സ്ഥിരം പരിപാടി. അല്ല, ഒരു ജോലിക്കും പോകത്തില്ല. പട്ടിണിയായി പെണ്ണ് കിടക്കുന്ന 2 കൊച്ചു പിള്ളേരാണ് ഉള്ളത്. ഇവനെ കഴിഞ്ഞ ഒരു ദിവസം ഇവിടെ ഒരുപാട് ഉപദ്രവിച്ചു. ഞാൻ വീട്ടിൽ കട വന്നപ്പോൾ ചോദിച്ചു എന്തിനാ ഉപദ്രവിച്ചിട്ടുണ്ട്, അവളെ എന്ത് ചെയ്താൽ പറയുന്നില്ല. അവനെ പേടിച്ചാ എന്ത് ചെയ്താൽ അവൾ പറയത്തില്ല. അവന് ചേച്ചി ഉപദ്രവിച്ചില്ല, ഞാൻ വീണാന്ന് അവൾ പറഞ്ഞേക്കുന്നത്. പക്ഷെ അവൻ അടിച്ചതെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞു. കടയിൽ വന്നപ്പോൾ പിള്ളേർ പറഞ്ഞു ഞങ്ങളുടെ അമ്മ, ഞാൻ ചോദിച്ചു എന്നാ മക്കളെ സ്കൂളിൽ പോഞ്ഞേ, അപ്പോൾ ഞങ്ങളുടെ അച്ചാച്ചി ഞങ്ങളുടെ അമ്മയെ അടിച്ചു, വയ്യാതെ കിടക്കുക. അപ്പം ഞാൻ എന്നെ വന്ന് ഒരു നെൽകൃഷി മേടിച്ചിടുമ്പോൾ എല്ലാം പറഞ്ഞു അത് കഴിക്കാനാണെന്ന് പറഞ്ഞു. അത് മേടിച്ചിട്ടും പോയി. ഈ പിള്ളേർ മാത്രം പറഞ്ഞു ഞാൻ അറിഞ്ഞ് അടിച്ചത്. പിറ്റേ ദിവസം ഞാൻ അവൻ കടയിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് അവളെ അടിച്ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ പലതും നടക്കും, നിങ്ങൾക്ക് കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി അടിയോ പിടിയോ അവിടെ ഉണ്ടായെന്ന് ഞങ്ങൾ ആരും പറഞ്ഞു, കുട്ടികൾ പറഞ്ഞറിഞ്ഞാൽ ഞാൻ അറിയിക്കേണ്ടവരെ അറിയിക്കും. എനിക്ക് നിന്റെ പരാതി ഒന്നും എനിക്ക് വരേണ്ട ആവശ്യമില്ല, പക്ഷേ ഞങ്ങൾ അറിയിക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ എന്തോന്ന് ചെയ്തതെന്ന് പറഞ്ഞു പോയി. പിന്നെ വേറെ കാര്യങ്ങളൊന്നും. പിന്നെ ഞാൻ അവൾ വന്നപ്പോൾ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു വീണത് ചേച്ചി അടിച്ചില്ലെന്ന് പറഞ്ഞു, പേടിച്ചാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അയൽവക്കക്കാർക്ക് അറിയത്തില്ല. കാരണം ഞങ്ങളുമായിട്ടൊന്നും യാതൊരു സഹകരണമില്ല. കടയിൽ വരുന്നു പോകുന്നു എന്നുള്ളതിൽ ഞങ്ങളോട് കാര്യങ്ങളൊന്നും സംസാരിക്കാറേ ഇല്ല. ഇവർ ആരോടും ഒരു അടുപ്പവും ഇല്ല. ഇവർക്ക് അയൽവക്കക്കാരോടും ആരോടും മിണ്ടത്തുമില്ല, അവരോടൊന്നും സഹകരണമില്ല. ഇവിടെ അടുത്തൊരു ബാലമുണ്ട്, അവിടെ പോലെ പിള്ളേർ വിടുന്നത് ദൂരെ ബാലവാടിക്കൊണ്ട് സ്കൂളിൽ ഈ കുട്ടികളെ വിടുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും മനുഷ്യരോട് സഹകരണം ഇല്ലാത്ത രീതിയിൽ ഇവർ ജീവിക്കുന്നത്. ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇവ കുറച്ച് നാൾ ഇവിടെ കാണത്തില്ല, ഇവിടെ ദൂരോട്ടൊക്കെ പഠിക്കാന്ന് പറഞ്ഞു പോകും. പക്ഷെ ഒരു രൂപ പോലും അവിടെ കൂടെ കൊടുക്കുന്നില്ലെന്നുള്ള കാരണം കടയിൽ വരുന്നത് നമുക്കറിയാമല്ലോ. എനിക്ക് പലചരക്കട. കുഞ്ഞുങ്ങൾക്ക് എന്ത് പ്രായമുള്ളവരാ? മൂത്ത കുഞ്ഞിന് 7 വയസ്സുണ്ട്, ഇളയതിലൊരു 3.5 വയസ്സ് കാണും. മൂത്ത കുഞ്ഞാ പറഞ്ഞത് അമ്മ അച്ചാച്ചി അടിച്ചു, കണ്ണ് കലങ്ങി കിടക്കുക എന്നൊക്കെ. അപ്പോൾ ഞാൻ കണ്ട് വെള്ളം കോരാൻ വന്നപ്പോൾ ഞങ്ങളുടെ കണ്ണ് നന്നായിട്ട് കലങ്ങി കിടക്കുക. കണ്ണിനാണോ പരിക്കുള്ളത്? ഇവിടെ അടിച്ചാന്ന് തോന്നുന്നു, കണ്ണ് എടുത്ത് തന്നെ കലങ്ങി കിടന്നത്. അപ്പോൾ അവൾ പറഞ്ഞു എന്നെ അടിച്ചതല്ല, ഞാൻ വീണാന്ന് പറഞ്ഞു, മുറ്റത്ത് എന്നെ വീണതാ, അങ്ങനെ സംഭവിച്ചാന്ന് അവൾ പറഞ്ഞു. നീ പേടിച്ചാണ്ടി പറയാത്ത പറഞ്ഞു. അല്ല ചേച്ചി പേടിച്ചൊന്നുമല്ല, എനിക്ക് ഒന്നും സംഭവിച്ചില്ല എന്ന്. അത് വലിയ സ്നേഹത്തോടെയല്ല നമ്മളൊന്ന് കാര്യം ചോദിക്കുമ്പോൾ അതിന്റെ രീതിയിലല്ല പറഞ്ഞത്. ഒന്നുമില്ല, എനിക്കൊന്നുമില്ല, എനിക്ക് എന്നെ അടിച്ചില്ലെന്ന് പറഞ്ഞു പോയി. പിന്നെ വേറെ കാര്യങ്ങൾ നമ്മൾ അതിന്റെ കാര്യങ്ങളെ പറ്റി അന്വേഷിച്ചില്ല. നിങ്ങൾക്കാർക്കും ഇങ്ങനെ ഒരു അസ്വാഭാവികത ഒന്നും തോന്നിയിട്ടില്ല. നമ്മളോട് ആരോടും ഇങ്ങനെയുള്ള ഒരു ഇത് കാണിച്ചിട്ടില്ല. നമ്മളോട് ആരോടും ഇങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല. അവർ നമ്മൾ മിണ്ടുന്നില്ലല്ലോ, പിന്നെ നമുക്ക് അറിയാനൊക്കത്തില്ലല്ലോ. ഇങ്ങനെയുള്ള ഭാവമൊന്നും നമ്മളോട് കാണിച്ചിട്ടില്ല. ചേച്ചി, നിങ്ങൾക്കൊക്കെ ഇത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ഈ ഒരു സംഭവം ഇത് കണ്ടിട്ട് എന്തോ തോന്നാൻ, എന്റെ പൊന്നു സാറേ, കല്യാണം കഴിച്ച് വരും അതും പോകുന്ന പോലെയല്ലേ അവൻ വന്ന് വണ്ടിയെ ചിരിച്ചോണ്ടാ കയറി പോന്നെ. ആ പുള്ളിക്കാരിയെ കൂടെ കൊണ്ടുവന്നതായിരുന്നെങ്കിൽ വേണ്ടുവരും. എന്താ കൊണ്ടുവരാന്ന് സാറേ? പോലീസ് എന്തെങ്കിലും തീരുമാനം ഉണ്ടാവും? നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇയാൾ എങ്ങനെയായിരുന്നു? ഇയാളെയൊക്കെ നിങ്ങൾ നേരത്തെ അറിയാമെന്നാൽ? സാറേ, ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കുന്നവരാ. ഞങ്ങൾ വന്നിട്ട് അധികം നാളായില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ല അവനെ കുറിച്ചുള്ള ഒന്നും അറിയാം. പിന്നെ അവള് കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങനെ സ്കൂളിൽ പോകുന്നത് കാണാം, സ്കൂളിൽ പോയിട്ട് ഇതുവഴി ഇങ്ങനെ പോകുന്നതും കാണാം. അല്ല ഒന്നും അറിയാം. ഞങ്ങൾ പുതിയ ആൾക്കാരാണ് ഇവിടെ വന്ന് താമസിക്കുക. ഞങ്ങൾ ഇതിന് കുറെ അപ്പുറമാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇത് കേട്ട് ഞങ്ങൾ ഇവിടെ വന്നെന്നുള്ളത്. ഞങ്ങളുമായിട്ട് യാതൊരു സഹകരണവുമില്ല. അവിടെ പോവുക, ഞങ്ങൾ സഹകരിക്കുക ഒന്നും ചെയ്യുന്നവരല്ല. പിന്നെ രണ്ടിനെയും കാണുമെന്നുള്ളതല്ലാതെ അവള് പണിക്ക് പോയിട്ട് വരുന്ന കാണാം,
ഇവിടെ വെള്ളം കോരാൻ വരുന്ന കാണാം, അതൊക്കെ ഉള്ളൂ. അല്ലെ ഞങ്ങളുമായിട്ട് യാതൊരു സഹകരണവും അങ്ങോട്ടില്ല സാറേ. പിന്നെ ഞങ്ങളെങ്ങനെ അറിയുന്നത്? പിന്നെ സംഭവം ഉണ്ടായപ്പോഴേ ഞങ്ങൾ ഇതൊക്കെ അറിയുന്നത്. നേരത്തെ അറിഞ്ഞ് ഞങ്ങൾ അറിയിക്കാതിരിക്കും. ചേച്ചി നിങ്ങൾക്ക് പരിചയമുള്ളവരാണോ ഇവര്? ഞങ്ങൾക്കൊക്കെ പരിചയമുള്ളതാ, കണ്ടിട്ടുമുണ്ട്. പിന്നെ ഞങ്ങളാരും മിണ്ടിയിട്ടൊന്നുമില്ല കേട്ടോ. അതിനോടൊന്നും ഞങ്ങൾ മിണ്ടിയിട്ട് സഹകരിക്കുന്നവരല്ലേ? ആരുമായിട്ട് സഹകരണമൊന്നുമില്ല, മിണ്ടത്തുമില്ല ആരോടും. ഈ ഭാര്യ രശ്മി അങ്ങനെ തന്നെയാണ്? ഞാൻ മിണ്ടിയിട്ടില്ല. ഞാൻ ഇന്ന് അതിനെ ശരിക്കും കാണുന്നത് പോലെ ഞാൻ കണ്ടിട്ട് വന്നു. ചേച്ചിയുടെ വീട് എവിടെയാ? ഞങ്ങളുടെ വീട് അങ്ങ് താഴെയാ. അപ്പം ഏതാണ്ട് അടുത്തുള്ളവരാ? ഒക്കെ ഉള്ളവരാ. വഴിയിലൊക്കെ പോകുമ്പോ കാണാറുണ്ട്? ഞാൻ കണ്ടിട്ടില്ല അങ്ങനൊന്നും ഇല്ല. ഈ ചെറുക്കൻ വണ്ടിയിൽ പോകുന്നതാ കണ്ടിട്ട്, അല്ല കണ്ടിട്ടില്ല. പിന്നെ ഇവരെ കുറിച്ചൊക്കെ നിങ്ങൾ എന്താ നാട്ടിൽ കേട്ടിട്ടുള്ളത്? അങ്ങനെ നാട്ടിലെന്തോ കേൾക്കുന്നത്, ഇതൊക്കെ തരികണ ഞാൻ തോന്നുന്നു. അല്ല ഇതൊക്കെ പരിപാടി ഇതുങ്ങളുടെയൊക്കെ ഇത് കേൾക്കുമ്പോ ഭയങ്കര ഞെട്ടലുണ്ടല്ലോ. ഞങ്ങൾക്ക് അത് ഞെട്ടലായിരുന്നു. ഇങ്ങനെ നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനെ സംഭവം നടന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് അത് കേട്ടപ്പോ ഒരു ഭയം പോലെ തോന്നി. ഇത്രയും ആള് കൂടിയപ്പോഴേ, കാരണം നിങ്ങളുടെയൊക്കെ ഒരു ഇങ്ങനെ തൊട്ടടുത്തുള്ള ഒരാൾ ഇങ്ങനെ ഒരു സംഭവത്തിൽ പെടുന്നു എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര പേടിയായി. നമുക്കും പിള്ളേരൊക്കെ ഉള്ളവരല്ലേ. ഇന്നിപ്പോ ചിലപ്പോ ദൈവം അവൻ ഒരു ആയുസ് കൊടുത്തിട്ടായിരിക്കും ഈ ലോകം ഇതറിഞ്ഞത്. അല്ലെ ഇതറിയത്തില്ല, ആരും അറിയലായിരുന്നു. പിന്നെ നമുക്കുള്ള പിള്ളേരെയും കൂടി ഇങ്ങനെ വിളിച്ചു കൂട്ടുവരെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പക്ഷെ ഇത് ദൈവമായിട്ട് ഇത് അറിയിച്ചത് തന്നെ ഞങ്ങൾ അതിന് ചെറുക്കനോടൊരു നന്ദി പറയുക. അത് തന്നെ ഒരു ഭാഗ്യ വൈപ്പ്. അല്ലെങ്കിൽ ആരും പറയും, ലോകം അറിയലായിരുന്നു. ആ ചെറുക്കൻ പരാതി കൊടുത്ത ആളെയൊന്നും നിങ്ങൾക്ക് അറിയില്ലല്ലോ? ഞങ്ങൾക്ക് അറിയത്തില്ല. ഇല്ല, ഞങ്ങൾ ഇന്നലെ എങ്ങാണ്ട് ഇവിടെ വന്നായിരുന്നു, ഞാൻ കണ്ടില്ല. അമ്മേ, എന്താണ് കേൾക്കുമ്പോ ഇതൊക്കെ കണ്ട? എന്റെ കുഞ്ഞെ, ഞങ്ങളുടെ ഈ കോളനി എന്ന് പറഞ്ഞാൽ വളരെ അച്ചടക്കത്തോടും സൗമ്യതയോടും ജീവിക്കുന്ന ഒരു കോളനിയാണ്. ഇവിടെ ഒരുപാട് ചെറുപ്പക്കാർ പിള്ളേരുള്ളത്. ഇവിടെ ക്ലബുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. എവിടെ എന്തൊരു അത്താവത്ത് വന്നാലും ഞങ്ങൾ സഹകരിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു കോളനിയിൽ ഇങ്ങനെ ഒരു നിഷ്ഠ സംഭവം ഉണ്ടായത് ഞങ്ങൾക്ക് അധിക വേദനയാണ്, സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. പക്ഷെ ഇവന്റെ അമ്മ ഭയങ്കര കൊണ്ടുകൂടോത്രക്കാരിയായിരുന്നു. അത് കണ്ടായിരിക്കും ഇവനും വളർന്നത്. അതിൻ്റെതാ ഈ കാണിച്ചു കൂട്ടിയതെന്ന്. അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അമ്മയില്ല. അമ്മ മരിച്ചിട്ടിപ്പം 5-10 കൊല്ലമായി. പക്ഷെ ഇവനൊക്കെ ഇങ്ങനെ വരുമെന്നുള്ളത് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. വഴിയിലൊക്കെ കാണുമ്പോ എങ്ങനെയാണ്? വളരെ പാവത്താന്മാരെ കൂട്ടാ പോകുന്നത്. ആ പെണ്ണാണെങ്കിൽ അവർക്ക് 2 കുട്ടികളുണ്ട്. ഇവർക്ക് ആ പിള്ളേരെയും കൊണ്ട് ഞങ്ങളുടെ വീട്ടിന്റെ അതിലേ കൂടാ സ്കൂളിൽ പോകുന്നത്. അപ്പൊ ഞങ്ങൾ ചോദിക്കും, പിള്ളേരെ കൊണ്ട് വിട്ടോടി, അല്ലെ കൊണ്ട് വിടാൻ പോവുകയാണോ, ഇങ്ങനെ ചോദിക്കും. അതിന്റെ മറുപടിയൊക്കെ വളരെ സൗമ്യതയോടാ ഞങ്ങളോട് പറഞ്ഞിട്ട് പോകുന്നത്. അങ്ങനെ കണ്ടിട്ടുണ്ട്. പെൺകുട്ടിക്കും അടി കിട്ടി എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഇല്ല. അടി കിട്ടി. മോനെ ഇപ്പൊ ഇത് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കുന്ന ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ സംഭവം അല്ലെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇവൻ നേരത്തെ ഇവളും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാന്നുള്ളത് ഇപ്പോഴത്തെ ഇത് അല്ല. പെട്ടെന്ന് ഇങ്ങനെ ഇത് സംഭവം നടക്കുന്നതല്ല. എന്നാ ഇവന്റെ പിന്നിൽ വേറെ ആൾക്കാർ കാണുമെന്നുള്ളത് ഞങ്ങൾക്ക് ബലമായ സംശയമുണ്ട്. ഇത്രയും വീടുകളൊക്കെ തൊട്ടടുത്തടുത്ത് നിൽക്കുന്ന സ്ഥലത്തെ ഈ അക്രമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ബഹളവും ശല്യം അങ്ങനെയൊന്നും ആരും കേട്ട? ഇവരുടെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു അക്രമവും നമുക്ക് കേൾക്കാൻ വഴിയില്ല, നമ്മൾ കേൾക്കുന്നുമില്ല. ഇവർ റോഡേ കൂടെ പോകുന്നു, തിരിച്ചവരുടെ വീട്ടിൽ പോകുന്നു, അത്രേ നമുക്കറിയത്തുള്ളൂ. ഒരു മനുഷ്യരുമായിട്ട് ഇവിടെ ഉള്ള പിള്ളേരുമായിട്ടോ ചെറുസെറ്റുമായിട്ടോ ഇല്ലെങ്കിൽ പെണ്ണുങ്ങളുമായിട്ടോ ഒരു സഹകരണവും ഇല്ല. നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അതിന്റെ മറുപടി പറയുമെന്നല്ലാതെ അല്ലാതെ ഒരു സഹകരണമുള്ള കൂട്ടരല്ല. അതുപോലെ നല്ല രീതിയിലാണ് ഞങ്ങളുടെ ഈ കോളനി എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്താ വന്നാലും പിള്ളേർ എല്ലാം ഒത്തുകൂടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പാടില്ലാത്തതായിരുന്നു. ഇത് നടന്നത് ഞങ്ങൾക്ക് അതിവേദനയാണ്. ഒരു ഞെട്ടലുണ്ടാവും അല്ലെ? കാരണം ഈ പ്രദേശത്ത് നിങ്ങളൊക്കെ കാണുന്ന ഒരാളുടെ അടുത്തുനിന്ന് ഇങ്ങനെ ഒരു വലിയ വാർത്ത, കേരളമാകെ ഞെട്ടുന്ന ഒരു വാർത്ത വരുമ്പോ അതിന്റെ ഒരു വലിയ ഞെട്ടലുണ്ടല്ലേ? ഭയങ്കര ഞെട്ടല. കാരണം ഇങ്ങനെ ഒരു വാർത്ത ഞങ്ങൾ മറ്റേ അവിടെ ഏത് സ്ഥലത്ത് അവിടെ ഒരു നരവലി നടന്ന എലന്തൂര് അത് കേട്ടുപോലും ഞങ്ങൾ ഞെട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു കാരണവശാലും നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്നുള്ള ആർക്കും പ്രതീക്ഷയില്ല. നമ്മളിനി എന്ത് വിശ്വസിച്ചാ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടിയെ? ഇങ്ങനെയുള്ള ഇവന്മാര് ഇനി ഈ കോളനിയിൽ തലപൊക്കിയാൽ ഞങ്ങൾ ഇനിയും വളർന്നു വരുന്ന കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങൾ എങ്ങനെ വളർത്തും? ഇതൊക്കെയാണ് നമ്മൾ വിചാരിക്കേണ്ട കാര്യങ്ങൾ, ഞങ്ങൾക്ക് വിഷമമുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഇനി ഇവനും ഇവളും ഈ പുറം ലോകത്ത് വന്ന് ഈ ആന്താരി മണ്ണി വന്ന് ഇങ്ങനെ ഒരു സംഭവം
ചെയ്യാനുള്ള ഇടവരുത്തരുത്. പ്ലീസ് അതിൽ ശക്തമായ നടപടി ശക്തമായ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ചേച്ചി, നിങ്ങൾക്ക് അറിയാവുന്ന ആളാണോ ഇവര്? എനിക്ക് ചെറുപ്പം മുതലേ പിള്ളേരെ അറിയാവുന്ന പിള്ളേരാണ്. അത് 3 ആൺപിള്ളേരാണ്. തന്തയും തള്ളയും മരിച്ചുപോയി. അവര് പാവങ്ങളൊന്നും പറയാൻ പറ്റുകയില്ല. അമ്മ ഭയങ്കര ക്ഷുദ്രപ്രയോഗം നടത്തുന്ന പുള്ളിക്കാരിയായിരുന്നു. അമ്പലങ്ങളിലൊക്കെ പോയേച്ച് വന്നേച്ച് ഓരോ വീടുകളിലൊക്കെ ഓരോരുത്തരോട് പറയും അവിടെ പോയ ഇന്നത് ചെയ്യുക ഇന്നത് ചെയ്യാന്ന് പറഞ്ഞൊക്കെ അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അതൊക്കെ കണ്ടു വളർന്നായിരിക്കാം ഈ നടുവത്തെ ചെറുക്കൻ ഈ കല്യാണം കഴിച്ചതിന് ശേഷം അവനിങ്ങനെ ആയിപ്പോയത്. നേരത്തെയൊക്കെ നല്ല സ്വഭാവമുള്ള 3 പിള്ളേരായിരുന്നു. കല്യാണമായിട്ട് കഴിച്ചല്ല വിളിച്ചോണ്ട് വന്നാന്ന് പറഞ്ഞു. പക്ഷെ കൊണ്ടുവന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ സ്വഭാവം രീതികളും ആയത്. അവള് നിമിത്തമാണോ അവൻ നിമിത്തമാണോ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്കറിയത്തില്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ ഇങ്ങനൊന്നും മേലിൽ ഒരിടത്തും ഉണ്ടാവരുത്. അതിനൊക്കെ ശിക്ഷ അവന് കൊടുക്കണം. ഈ പെൺകുട്ടിയെ പറ്റി എന്താണ് എങ്ങനെ? അങ്ങനെ ആരോടും അധികം സംസാരിക്കുന്നവളല്ല. നമ്മളോടെ മുഖത്ത് നോക്കുകയല്ല, കണ്ടാലൊന്ന് പുഞ്ചിരിക്കും. പിന്നെ കടയിലൊക്കെ പോകുമ്പോൾ ഒന്ന് കാണും, പിള്ളേരെയും കൊണ്ട് പോകുമ്പോൾ ഒന്ന് കാണും, അങ്ങനെയേ ഉള്ളൂ. അല്ലാതെ അവൾ ആരുമേ ഒട്ടുമേ സംസാരിക്കുക. പിന്നെ ചെറുക്കം കണ്ട വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യും. പിന്നെ എന്തായാലും ഇങ്ങനെ സംഭവിച്ചത് ഇവൾ നിമിത്തമാണ്. ഈ ഭാര്യ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചെറുക്കൻ ഇങ്ങനെ സമനില തെറ്റി പോയിട്ടുള്ളത്. അതെന്ത് മരുന്നുകൾ ഉപയോഗിക്കുന്നൊന്നും നമുക്കറിയത്തില്ല. പിന്നെ കടബാധ്യതയാണോ അതുകൊണ്ടാണോ ഇങ്ങനെ മറ്റുള്ള മനുഷ്യരെ വിളിച്ചിരുത്തി വെച്ച് ഇങ്ങനെ കാശ് കൊടുക്കാഞ്ഞ സമയം കൊണ്ട് ഇങ്ങനെ ചെയ്താണോ എന്നൊക്കെ മറ്റുള്ളവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ചില വിഹിത ബന്ധങ്ങളൊക്കെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. പയ്യനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പെൺകുട്ടിക്ക് വാർത്ത വരുന്നുണ്ട്. പെൺകുട്ടിക്ക് ഉണ്ടെന്നാ പറയുന്നേ. അല്ലെ പിന്നെ ആലപ്പുഴയെന്നും പിന്നെ റാന്നിന്നും ഒക്കെ ആൾക്കാർ ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. വന്ന ആമ്പിളാർ എന്ത് ആവശ്യത്തിനാണ് ഇവിടെ വന്നെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാമല്ലോ. അപ്പൊ അവരുടെ കയ്യിലും തെറ്റ് കാണും. അവര് നല്ലവരാണെന്ന് ഞാൻ പറയല്ല. അവന്മാരെ സ്റ്റാപ്പിളർ അടിച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും വിഷയം ഉണ്ടാകാതെ ഇവര് രണ്ടുപേരും ഇത് ചെയ്യത്തുമില്ല. അല്ല ചുമ്മാ ഒരാൾ ഒരു വീട്ടിൽ കയറി വരത്തില്ലല്ലോ. അപ്പൊ എന്തെങ്കിലും വീട്ടിൽ വിഷയങ്ങൾ ഉണ്ടായി കാണും. ഉണ്ടായപ്പം എന്തെങ്കിലും ഒരു പൈസ കൊടുക്കാത്തതിന്റെയോ എന്തെങ്കിലും ഇതായി കാണുമ്പോൾ അവരങ്ങനെ ചെയ്തതായിരിക്കാം. അതിനെയും ഈ പ്രതികളോട് ചോദിച്ചാലല്ലേ അവര് സത്യാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ അവസ്ഥ എന്താ? നിങ്ങളിപ്പോ എന്തോ ചെയ്യാനാ? അതുങ്ങളെ അവരെ ബന്ധുക്കാർ വല്ലവരും വളർത്തുമായിരിക്കും. അല്ല എന്തോ ചെയ്യാൻ ഇവിടെ വന്നെന്ന് പറഞ്ഞാലും ആരും അയലൊക്കാരും നോക്കാനില്ല. അവരുടെ ബന്ധുക്കാരും ഈ സ്ഥലത്തുള്ളവരല്ല. അവർ ഇച്ചിരി ദൂരെ നിന്ന് വന്ന് വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നവരാണ്. അവരമ്മയുള്ള കാലത്തെ അയൽവാസികളുമായിട്ട് അയൽപ്പക്കാരുമായിട്ടൊന്നും ഒരു സഹകരണം ഉള്ളവരല്ല. അതുകൊണ്ട് അവർ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരാണ്. എന്തായാലും അതാണ് ഇവരൊക്കെ പറയുന്നത്. ഈ നാടാകെ ഒരുപാട് വീട് തൊട്ടടുത്തടുത്തുള്ളതാണ്. നോക്കിയാൽ ഇവിടെ തൊട്ടടുത്തടുത്ത് ഇവിടെ ഒരു വീടുണ്ട്. ഓരോരോ വീടുകൾ അടുത്തടുത്തുള്ളതാണ്. പക്ഷെ അവിടെയാണ് ഇങ്ങനൊരു വലിയ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഈ തെളിവെടുപ്പൊക്കെ ആയി വന്ന സമയത്ത് ആളുകളുടെ വലിയൊരു തിരക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആളുകളെ സംബന്ധിച്ച് വലിയ ഞെട്ടൽ. കാരണം നമുക്കും വളരെ അത്ഭുതം തോന്നുന്നൊരു സാഹചര്യമാണ്. കാരണം ഇത്രയധികം വീടുകൾ ഉണ്ടാകുന്നു, തൊട്ടടുത്തടുത്ത് വീടുകൾ ഉണ്ടാകുന്നു. അതിന് ഇടയ്ക്കൊരു വീട്ടിൽ വെച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വലിയ ഞെട്ടൽ ഈ നാട്ടുകാരെ സംബന്ധിച്ചുണ്ട് എന്നത് യാതൊരു സംശയമില്ല. എന്തായാലും പോലീസ് ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. പോലീസ് വ്യക്തത വരുത്താനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുകയാണ്. പോലീസിന്റെ കയ്യിൽ കുറച്ച് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ്, ഇവരെയൊക്കെ അറിയാവുന്നവരാണോ? താമസത്തിന് വന്നിട്ട് കുറെ നാളുകളായി. ഞങ്ങളുമായിട്ട് അങ്ങനെ ആരുമായിട്ട് സഹകരണമില്ല. ഈ പയ്യന് ഇവന്റെ അച്ഛനും അമ്മയും മറ്റു സഹോദരങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ മിണ്ടുക പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. അവരൊന്നും ഇവിടെ ഇല്ല അല്ലേ? ഇവിടെ അച്ഛനും അമ്മയും മരിച്ചുപോയി. സഹോദരങ്ങളോ? മറ്റേ മൂത്ത ജ്യേഷ്ഠന് അവന്റെ ഭാര്യ വീട്ടില് ചെങ്ങന്നൂര്. പിന്നെ ഇളയ സഹോദരന് അവന് വർക്ക് സംബന്ധിച്ച് കമ്പനിയില്ല. പിന്നെ ഒരു പെങ്ങളുള്ളത് മണിയാറ് അവിടെ അയച്ചു. ഇതിന്റെ വീടിന്റെ മുന്നിൽ കൂടെ ഒക്കെയാണോ പോകുന്നത്? ഇതുവഴി തന്നെ? ഇതുവഴി ഇതാ റോഡ്, ഇതാ വഴി. പിന്നെ അവൻ ചിലപ്പം തോട്ടം വഴി പോകും. ഈ പെൺകുട്ടി എങ്ങനെയാ നിങ്ങളുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു? ഇല്ല, സംസാരിക്കത്തില്ല. എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയും. അല്ലെ എന്തെങ്കിലും അങ്ങനെ ഇരിക്കും. ചോദിച്ചാൽ എന്തുകൊണ്ട് അല്ലെ എന്തോ എടുക്കുവാന്നൊന്ന് ചോദിക്കും. അല്ലാതെ സംസാരിക്കത്തില്ല. ഈ പിള്ളേർ ഇവിടെയൊക്കെ കൊച്ചു പിള്ളേരുണ്ടല്ലോ, അവരോടൊക്കെ കളിക്കാൻ വരത്തില്ല. പിള്ളേരൊന്നും വരത്തില്ല ഇവിടെ, കളിക്കാനൊന്നും വരത്തില്ല. പിന്നെ ഈ പാറയിലൊക്കെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്യും. രണ്ട് കൊച്ചുമില്ല. മറ്റു പിള്ളേരുമായിട്ട് വലിയ കമ്പനിയൊന്നുമില്ല. ഇല്ലില്ല, ഇങ്ങോട്ടൊന്നും വരത്തൊന്നുമില്ല. തൊട്ടടുത്ത വീട്ടില് ഇങ്ങനൊരു സംഭവം നടന്നു പറയുമ്പോൾ നിങ്ങൾക്കൊരു വലിയ ഷോക്ക് ഉണ്ടാവും അല്ലേ? ഇന്നല്ലേ പുറം ലോകം അറിയുന്നത്. ഇന്നലെ 2 ദിവസം പോലീസുകാർ വന്നിട്ട് എന്തോ ആ കേസെന്ന് ഞങ്ങള് ഓരോരുത്തർ ചോദിച്ചപ്പോൾ പറഞ്ഞു ചെറിയൊരു അടപിടി കേസെന്നേ പറഞ്ഞുള്ളൂ. ഇത്രയും ഒരു സംഭവം ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. ഇവരിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാകുമെന്ന് നിങ്ങളുടെ പ്രതീക്ഷിച്ചിട്ടില്ല. ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ, കുഞ്ഞുങ്ങളിപ്പോ ഇവിടെ ഉണ്ടോ? അതോ കുഞ്ഞുങ്ങൾ അവിടെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടില്ല. അതെന്ന് കൊണ്ടുപോയി? അത് ഈ രശ്മിയെ സ്റ്റേഷനിൽ കൊണ്ടുപോയ അന്ന് സ്കൂളിൽ വന്ന് അവർ വന്ന് കൊണ്ടുപോകായിരുന്നു. അന്നേരം പറഞ്ഞു ഞാൻ സ്കൂളിൽ വന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുപോവാണെന്ന് പറഞ്ഞു.
തരത്തിലെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഭയങ്കര ദയനീയമാണ്. അവസ്ഥ പരിതാപകരമാണ്. ഈ രശ്മിക്ക് ഒരുപാട് അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്, ചില പാടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഈ ഒരു കടയിലെ ഒരു ചേച്ചി പറയുന്നുണ്ടായിരുന്നു. അത് നിങ്ങളുടെ വല്ലതും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? ഇല്ലില്ല, ആ ഒരു എന്തോ പ്രശ്നമുണ്ടെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടു. ഇപ്പം സഹകരണം ഉണ്ടെങ്കിലല്ലേ ഇപ്പൊ ചോദിക്കാൻ ഒക്കുള്ളൂ. ബഹളങ്ങളൊന്നും കേട്ടിരുന്നില്ലല്ലേ? ഇല്ല, കേൾക്കത്തില്ല. ഞങ്ങൾക്ക് ഇതൊരു പൊക്കം, അതൊരു കുഴിയാ. ആ വീട് കണ്ടതല്ലേ, ആ മുറിക്കകത്ത് എന്ത് സംഭവിച്ചാലും പുറം ലോകം അറിയത്തില്ല. നമുക്ക് സഹകരണം ഉണ്ടെങ്കിൽ ചോദിക്കാൻ എന്തുകൊണ്ട് പിള്ളേർ എന്ത് ചെയ്യാല്ലേ, എന്ത് ചെയ്യുക, ഭർത്താവ് എന്ത് ചെയ്യും, എന്തുകൊണ്ട് ഓണകാലം അല്ലേ എന്തോ ആയെന്നൊക്കെ ഒന്ന് ചോദിക്കാൻ പറ്റത്തുള്ളൂ. ഒന്നും അങ്ങനെ എന്നുള്ള സഹകരണമില്ല. പലരും സംസാരിച്ച പോലെ തന്നെയാണ് ഈ ചേച്ചിയൊക്കെ പറയുന്ന ഒരു അവസ്ഥ. അതാ ഈ വഴിയിൽ കൂടെ, ഈ വീടിന്റെ മുന്നിൽ കൂടെ ഒക്കെ തന്നെയാണ് ഈ രശ്മി ഒക്കെയും പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇങ്ങനൊരു പ്രദേശമാണ് നമ്മളെ സംബന്ധിച്ചും ഇവിടെ എത്തുന്ന സമയത്തുണ്ടാകുന്ന ഒരു ഞെട്ടൽ അതാണ്. അതാ ഇവിടെയും തൊട്ടടുത്തടുത്ത് വീടുകളുണ്ട്. ഇതിന്റെ തൊട്ടപ്പുറത്ത് കാണുന്ന വീട്ടിലാണ് ഈ പറയുന്ന ഇവരുടെ രണ്ടുപേരുടെയും വീട് ഉള്ളത്. നമുക്ക് ഈ നാട്ടുകാരിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക. അപ്പോൾ ഇവിടെ ഈ അടുത്ത് വീടുകളുണ്ട്, നമുക്ക് അവരോട് സംസാരിക്കാമെന്ന് വിചാരിക്കും. ചേച്ചി, തൊട്ടടുത്ത വീടാണല്ലോ? ആ, ഇതാണല്ലേ? ഞങ്ങൾ വാർത്ത കണ്ടപ്പോഴാണ് സാർ ഇവന് ഇതെല്ലാം ചെയ്തല്ലോ എന്നുള്ള അമ്പരപ്പ് ഞങ്ങൾ ഇരിക്കുക. എന്ന് വെച്ചാൽ അവളെ കാണുമ്പോൾ അങ്ങനെയൊന്നും തോന്നുന്നവളല്ല. ഞങ്ങളുമായിട്ട് യാതൊരു സഹകരണവും ഇല്ല. ഇതാണ് വീട്, തൊട്ടടുത്ത വീടാണ്. പക്ഷെ അങ്ങനെ നമ്മളോട് സംസാരിക്കുക, അങ്ങനെ അവൻ വരുമ്പോൾ ഇവള് ഞങ്ങളോട് മിണ്ടത്തില്ല. അല്ല, അവനെ ഭയങ്കര പേടിയാണ്. അല്ലാത്തപ്പോൾ ഇതിലേ പോകുമ്പോൾ വർത്താനം പറയും, മിണ്ടുകയൊക്കെ ചെയ്യും. പിന്നെ ഇവൻ വന്ന് കുറേ നാളായി ഇവിടെ താമസിക്കാന്ന്. അത് പിന്നെ ഇവള് കൊച്ചുങ്ങളെ, പിള്ളേരുണ്ട്, 2 കുഞ്ഞുങ്ങളാണ്. അതുങ്ങൾ ഇങ്ങോട്ട് കയറ്റി വിടുമ്പോൾ അതുങ്ങൾക്ക് പോലും പേടിയാണ്. നിങ്ങൾ ഇങ്ങോട്ട് വരാറുണ്ടായിരുന്നു? ഇല്ല, അവനെ പേടിയാ, ഭയങ്കര പേടിയാ പിള്ളേർ. അതായത് കുഞ്ഞുങ്ങളെ വീട്ടിനുള്ളിൽ ഏതാണ്ട് നിർത്തുന്ന ഒരു അവസ്ഥയാണ്. തൊട്ടടുത്ത് അയൽവക്കാരുമായിട്ടൊന്നും സഹകരിപ്പിക്കും. ഇവൾക്ക് കുറച്ച് മർദ്ദനമൊക്കെ ഏറ്റിരുന്നു എന്നൊക്കെ ചില പാടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അങ്ങനെ വല്ല ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഇവളെ ഒരു ദിവസം അങ്ങാണ്ട് അടിയും പിടിയും ഉണ്ടായി. ഇവിടെ കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ ഈ പാറയിൽ നിന്നൊന്ന് ശ്രദ്ധിച്ച് ഇവിടെ ഈ വഴക്ക്, അന്നേരം ഇവിടെ കരച്ചിൽ കേട്ടു. അപ്പം ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലണമെന്ന് ഓർത്തു. പിന്നെ എൻ്റെ കൊച്ചു അല്ലെങ്കിൽ വേണ്ട, അവൻ എന്തെങ്കിലും പറയുമായിരിക്കും, അമ്മ പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇതുള്ള പാവം ഒന്നും നടിച്ചില്ല. ഇവളിങ്ങനെ നടന്നത്, എന്നെ അടിച്ചു പിടിച്ചു എന്നുള്ള ഒരു കാര്യവും ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല. ഞങ്ങളെ അതിൽ പിന്നെ ഞങ്ങളോട് സഹകരിച്ചിട്ടുമില്ല, മിണ്ടിയിട്ടുമില്ല. ആ അടി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളോട് മിണ്ടിയിട്ടില്ല. അല്ലാത്തപ്പോഴും അവള് സഹകരിക്കത്തില്ല. അടുത്ത് ഈ പയ്യന്മാര് വന്നെന്ന് പറയുന്ന തിരുവോണ ദിവസം അവരൊക്കെ വരുന്നതോ വല്ല നിങ്ങൾ കണ്ടു? ഇല്ല, അവരെ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ താഴെ തോട്ടമുണ്ട്, അതുവഴിയാ അവര് കൊണ്ടുവരുന്നത്. ഞങ്ങൾ കാണുമെന്നും കണ്ടായിരിക്കും ഇതിലെ ഒന്നും കൊണ്ടുവരുന്നതാണ്. ഇവനും വെള്ളത്തിന് പോകാൻ മാത്രം ഈ പാറയിൽ കൂടെ കയറും, അല്ലാത്തപ്പോഴൊന്നും പോകത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ഈ വാർത്ത കേട്ടപ്പോഴാണ് ഞങ്ങൾ ഇവനെ ഇങ്ങനെയാണോ ഇവിടെ നടന്നെന്നുള്ളത്. തൊട്ട് വീട്ടുമുറ്റത്ത് ഇങ്ങനെ നടന്നു എന്നുള്ളത് വലിയ ഞെട്ടലായിരിക്കും. ആന്ന് ഭയങ്കര ഒരു ഇതായിട്ട് വന്നേക്കുക. ഇവിടെ ഇതുവരെ ഇതുപോലത്തെ ഇതൊന്നും കേട്ടിട്ടില്ല. ഈ വീട്ടുമുറ്റത്ത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഈ വീടിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നിന്ന് ഒരുപക്ഷെ ഈ ശബ്ദമൊക്കെ കേട്ടാൽ പോലും അറിയാവുന്ന നിലയിലുള്ള തൊട്ടടുത്തുള്ള സ്ഥലമാണ്. പക്ഷേ ഈ വീട്ടുകാരൊന്നും തന്നെ ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയും, അവർക്ക് യാതൊരു അറിവുമില്ല എന്നുള്ളതാണ്. വളരെ അസ്വാഭാവികമാണ്. ഈ കുഞ്ഞുങ്ങളെ അടക്കം ഫലത്തിൽ തൊട്ടടുത്ത വീട്ടുകളിലെ കുഞ്ഞുങ്ങളുമായിട്ടൊന്നും സഹകരിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു പ്രകൃതമാണ് ഇവർക്കുണ്ടായിരുന്നത് എന്നുള്ളതാണ് പൊതുവെ ഇവിടെ എത്തുമ്പോൾ ഈ നാട്ടുകാരുടെ ഒക്കെ ഒരു അനുഭവം. ഈ വീട് ഏതാണ്ട് പൂർണ്ണമായും പലതരത്തിൽ തകർന്ന നിലയിലൊക്കെയാണ് ഈ വീടിൻ്റെ ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പോലീസ് ഇത് പൂർണ്ണമായും കെട്ടിയടച്ച് ഇട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ എന്തായാലും ഉള്ളത്. എന്തായാലും ഇവരുടെ എല്ലാം പെരുമാറ്റത്തിൽ പല അസ്വാഭാവികതകളും നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഇവിടെ നമുക്ക് അത്ഭുതകരമായി കാണാൻ സാധിക്കുന്ന ഈ വീടിൻ്റെ ഉള്ളിലേക്ക് ഫലത്തിലൊരു CCTV അത് എന്തിനു വെച്ചിരിക്കുന്നു എന്നുള്ള സംശയമുണ്ട് ഒരു പരിധിവരെ. പക്ഷെ അത് കുറേ പൊടി പിടിച്ചതും ഒക്കെയാണ്. അത് പ്രവർത്തിക്കുന്നതാണോ എന്നൊക്കെ സ്വാഭാവികമായിട്ടും പോലീസിന് അറിയാൻ സാധിക്കുമായിരിക്കും. പോലീസ് അതിൻ്റെ പരിശോധനയൊക്കെ നടത്തുന്നുണ്ടാവും. ദൃശ്യങ്ങളടക്കം പകർത്തിയെടുക്കുന്നതിലടക്കം പോലീസ് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം പോലീസ് കഴിഞ്ഞ കുറേ ദിവസമായ വലിയ അന്വേഷണത്തിലായിരുന്നു. എന്തായാലും അതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഈ നേരത്തെ ഇവരൊക്കെ പറഞ്ഞ റബ്ബർ തോട്ടം ഇതാണ്. ഇതുവഴി ആളുകൾക്ക് വരാൻ പോകാം. അതായത് മറ്റാരും കാണാതെ ഇതുവഴി ചെറിയ നടവഴിയുണ്ട്. ഈ വന്നു എന്ന് പറയുന്ന മറ്റ് ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ അവർക്കൊക്കെ ഇതുവഴി വരാനോ പോകാനോ ഒക്കെയുള്ള സാധ്യതയുള്ള ചെറിയ നടവഴികളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഞെട്ടിക്കുന്ന സംഭവം
ഒരു പരിധിവരെ ഒരുപാട് ദുരൂഹതകൾ ഇനിയും ബാക്കി നിൽക്കുന്ന സംഭവമായി തന്നെ ഇത് അവശേഷിക്കുകയാണ്. പോലീസ് വലിയ അന്വേഷണത്തിലാണ്, കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള വലിയ ശ്രമത്തിലാണ് എന്തായാലും ഈ സംഭവത്തിലുള്ളത്. കെ പി ധനേഷിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 പത്തനംതിട്ട. തിരുവനന്തപുരം പാലോട് മുത്തച്ഛനെ ചെറുമകൻ കുത്തി കൊലപ്പെടുത്തി. ക്ഷേത്ര പൂജാരിയായ ഇടിഞ്ഞാർ സ്വദേശി രാജേന്ദ്രൻ കാണിയാണ് കൊല്ലപ്പെട്ടത്. ചെറുമകനായ സന്ദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യലഹരിയിലായിരുന്നു കൊലപാതകം. പാലോട് ഇടിഞ്ഞാറിലാണ് സംഭവം. ക്ഷേത്രപൂജാരിയായ മയിലാടുംകുന്നിൽ രാജേന്ദ്രൻ കാണിയാണ് കൊല്ലപ്പെട്ടത്. രാജേന്ദ്രൻ കാണിയുടെ മകളുടെ മകനാണ് സന്ദീപ്. രാജേന്ദ്രൻ കാണിയുടെ ഭാര്യ 1 വർഷത്തിനു മുൻപ് പാലോട് ടൗണിൽ വെച്ച് വാഹനാപകടത്തിൽ മരിച്ചിരുന്നു. അതിന്റെ നഷ്ടപരിഹാരം രാജേന്ദ്രൻ കാണിക്ക് നൽകാൻ കോടതി വിധിച്ചിരുന്നു. ഈ പണത്തിനായി സന്ദീപ് മുത്തച്ഛനെ ശല്യപ്പെടുത്താറുണ്ടായിരുന്നു. ഇയാളുടെ വീട്ടിലായിരുന്നു രാജേന്ദ്രൻ കാണി നേരത്തെ താമസിച്ചിരുന്നത്. പണത്തിനായി ശല്യം തുടർന്നതോടെ രാജേന്ദ്രൻ കാണി ഇടിഞ്ഞാറുള്ള ഒരു കടമുറിയിലേക്ക് താമസം മാറ്റി. ഇവിടെ വന്നും സന്ദീപ് ശല്യം തുടർന്നു. വൈകിട്ട് മദ്യപിച്ചിവിടെ എത്തിയ സന്ദീപ് മുത്തച്ഛനുമായി വാക്കേറ്റമുണ്ടാവുകയും കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് കുത്തുകയുമായിരുന്നു. നാട്ടുകാർ ചേർന്ന് തടഞ്ഞുവെച്ച സന്ദീപിനെ പിന്നീട് പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു. രാജേന്ദ്രൻ കാണി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സന്ദീപ് പാലോട് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽപ്പെട്ട ആളാണ്. മദ്യലഹരിയിലായിരുന്നു കൊലപാതകം. മൃതദേഹം പാലോടുള്ള സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. സന്ദീപിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് 18 പാലോട്. കൊല്ലം കുണ്ടറയിൽ വിവാഹത്തിനെത്തിയ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ സർക്കാർ ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറും ചവറ തെക്കുംഭാഗം സ്വദേശിയുമായ സന്തോഷാണ് പിടിയിലായത്. വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെ പ്രതി പോലീസിനെ ആക്രമിക്കുകയും ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ സന്തോഷിനെ റിമാൻഡ് ചെയ്തു. മെഡിക്കൽ പരിശോധനയ്ക്കായി ആശുപത്രിയിലെത്തിച്ച പ്രതി പോലീസിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണിത്. പ്രതിയുടെ ആക്രമണത്തിൽ 2 പോലീസുകാർക്ക് പരിക്കേറ്റു. ഇത് നീ വീഡിയോ ആക്കണോടാ. നിനക്കൊക്കെ പൊതുജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും അന്തസ്സുണ്ടോ? നീയൊക്കെ സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. നിനക്കൊക്കെ പൊതുജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു വില ഉണ്ടോടാ? കല്യാണത്തിന് വന്ന സ്ത്രീയെ കയറി പിടിക്കുന്നതല്ലടാ. നിനക്കേ ഒരു അന്തസ്സുണ്ടോ? നീ കല്യാണത്തിന് എനിക്കൊരു ഇല്ല. ജോലി പോയാലും കല്യാണത്തിന് വന്ന സ്ത്രീകളെ നിന്നെ പോലുള്ള അന്തസ്സില്ല ഈ വകുപ്പിനെ നശിപ്പിക്കുന്നേ അറിയാവോ? ഓ ആയിക്കോട്ടെ, ആയിക്കോട്ടെടാ. നിനക്ക് നല്ല അന്തസ്സുണ്ടല്ലോ. കല്യാണത്തിന് വന്ന സ്ത്രീയെ കയറി കല്യാണത്തിന് വന്ന സ്ത്രീ പറയുന്നതും കേട്ട് കല്യാണത്തിന് വന്ന സ്ത്രീകളെ പിടിക്കാൻ കൊള്ളണം. എന്തുവാ ഏതെങ്കിലും പറയുന്ന നിന്റെയൊക്കെ കൂട്ടുകാളികൾ പറയുന്ന കേട്ട് നീയൊക്കെ ഞെരുവരി കൊള്ളണം. അതിനുവേണ്ടിയാ നിന്റെ വകുപ്പ്. അറിയാവോ? നിനക്കറിയാവോ അത്? ഇളമ്പള്ളൂർ ഗുരുദേവ ഓഡിറ്റോറിയത്തിൽ നടന്ന വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു സന്തോഷ്. കുടുംബവുമായി എത്തിയ യുവതിയോട് സന്തോഷ് ലൈംഗിക ചേഷ്ടകൾ കാണിക്കുകയും ശല്യപ്പെടുത്തുകയുമായിരുന്നു. ഓഡിറ്റോറിയത്തിന് മുൻവശത്തെ റോഡിൽ നിന്ന യുവതിയെ പിന്തുടർന്നെത്തി ഇയാൾ കടന്നു പിടിക്കുകയായിരുന്നു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. പരാതിക്കാരിയുടെ ഭർത്താവിനെ പ്രതി അസഭ്യം വിളിച്ചതായും പരാതിയിൽ പറയുന്നു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ കുണ്ടറ പോലീസ് പ്രതിയെ പിടികൂടിയപ്പോഴാണ് ഇയാൾ പോലീസിന് നേരെ അസഭ്യവർഷം നടത്തുകയും ആക്രമിക്കുകയും ചെയ്തത്. നീ ഇതിനു മുമ്പ് എന്തോ ചെയ്തോണ്ടിരുന്നയാ? ഒന്നുമില്ലടാ. നീ ഈ ജോലി വരുന്നതിന് മുമ്പ് എന്തോ ചെയ്തോണ്ടിരുന്ന അത് പറ. നീ ഒന്നുമില്ലടാ. അറിയാവോ നിനക്ക്? ഇല്ലടാ. നിന്റെ അന്തസ്സ് എന്താ പറയണ? നീ അത് പറ. ഇല്ലടാ. നിന്നോടൊക്കെ എങ്ങനെടാ സംസാരിക്കുന്നത്? കണ്ട കല്യാണത്തിന് ഒരു സ്ത്രീകളെ കയറി പിടിക്കുന്നവൻ നിന്നെ എന്തോ പറയുന്നത്?
സ്ത്രീത്വത്തെ അപമാനിക്കൽ, പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. നിനക്ക് അന്തസ്സുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കടാ. പറ്റോ നിനക്ക്? ഇല്ലടാ. പറ്റോ നിനക്ക്? ഇല്ലടാ. എങ്കിൽ നീ പോയി മിണ്ടാ, വീട്ടിൽ പോയി ഇരുന്ന്. ഓ ശരിയാ. ന്യൂസ് 18 കൊട്ടാരക്കര. പാലക്കാട് പോക്സോ കേസിൽ ടാറ്റു ആർട്ടിസ്റ്റ് അറസ്റ്റിൽ. 14-കാരിയുടെ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിച്ചെന്ന പരാതിയിലാണ് കൊല്ലം സ്വദേശി ബിബിൻ പാലക്കാട് ടൗൺ പോലീസിന്റെ പിടിയിലായത്. സ്നാപ്ചാറ്റ് വഴിയാണ് ഇയാൾ പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിച്ചതെന്നാണ് വിവരം. കോഴിക്കോട് തേഞ്ഞിപ്പാലം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത സമാന കേസിൽ ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന പെൺകുട്ടിയാണ് പരാതിക്കാരി. കൊല്ലം സ്വദേശി ബിബിനാണ് കേസിൽ അറസ്റ്റിലായത്. പെൺകുട്ടിയെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട് നഗ്ന വീഡിയോകളും മറ്റും കൈക്കലാക്കുകയും ഇത് പ്രചരിപ്പിക്കുകയും പിന്നീട് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങൾ അയച്ചുകൊടുത്ത് നിരവധി പേരിൽ നിന്നും ഇയാൾ പണം വാങ്ങിയെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് പ്രതിയെ കണ്ടെത്തിയത്. പ്രതി സമാന രീതിയിൽ ധാരാളം പെൺകുട്ടികളെ ഇത്തരത്തിൽ ചതിയിൽപ്പെടുത്തിയിട്ടുള്ളതായി പോലീസ് പറഞ്ഞു. ടാറ്റു ആർട്ടിസ്റ്റായ ബിബിൻ കോസ്മെറ്റിക് സയൻസിൽ ബിരുദത്തിന് പഠിക്കുകയാണ്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പാലക്കാട് SP രാജേഷ് കുമാർ, സൗത്ത് CI വിപിൻ കുമാർ, SIമാരായ ഹേമലത വി, സുനം, ASIമാരായ ബിജു, നവോജ്, പോലീസ് ഉദ്യോഗസ്ഥരായ രജീത്, മഹേഷ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് അന്വേഷണം നടത്തിയത്. കോഴിക്കോട് തേഞ്ഞിപ്പാലം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത സമാന കേസിൽ ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. സാധാരണക്കാർ ചെയ്യുന്ന ചെറിയ കുറ്റങ്ങൾക്ക് പോലും അതിരൂക്ഷമായി പ്രതികരിക്കുന്നവരാണ് പോലീസ് ഉദ്യോഗസ്ഥർ. പലപ്പോഴും കയ്യേറ്റത്തിനും മടിക്കാറില്ല. എന്നാൽ നിയമം തങ്ങൾക്ക് ബാധകമല്ലെന്നാണ് മിക്ക ഉദ്യോഗസ്ഥരുടെയും നിലപാട്. തിരുവനന്തപുരം കിളിമാനൂരിൽ അപകടമുണ്ടാക്കിയ കാർ നിർത്താതെ പോയതിനാൽ റോഡിൽ കിടന്ന് ചോര വാർന്നു മരിച്ചത് ഒരു കുടുംബത്തിന്റെ ആശ്രയമായിരുന്ന മനുഷ്യനാണ്. ഈ കാർ ഓടിച്ചിരുന്നത് പാറശാല SHO അനിൽകുമാറാണെന്ന് സ്ഥിരീകരിച്ചു. ടോൾ പ്ലാസയിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. അനിൽകുമാറിനെതിരെ ഉടൻ നടപടിയുണ്ടാകും. കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായ അപകടത്തിൽ കാൽനട യാത്രക്കാരനായ കിളിമാനൂർ സ്വദേശി രാജനാണ് മരിച്ചത്. കിളിമാനൂരിൽ കാൽനടയാത്രക്കാരന്റെ മരണത്തിനിടയാക്കിയ വാഹനമോടിച്ചത് പാറശാല സ്റ്റേഷൻ ഹൗസ് ഓഫീസർ P അനിൽകുമാറാണെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ 4-നും 5-നും ഇടയിലായിരുന്നു അപകടം. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന കിളിമാനൂർ സ്വദേശി 59-കാരൻ രാജനെ ഇടിച്ചിട്ട് കാർ നിർത്താതെ പോവുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് വാഹനം തിരിച്ചറിഞ്ഞത്. വാഹനം അമിതവേഗത്തിൽ അലക്ഷ്യമായി ഓടിച്ചുവെന്നാണ് FIR. കൂലിപ്പണിക്കാരനായ രാജൻ റോഡിൽ ചോര വാർന്ന് 1 മണിക്കൂറോളം കിടന്നു. രാവിലെ 6 മണിയോടെ നാട്ടുകാരാണ് ചോരയിൽ കുളിച്ച നിലയിൽ ഇദ്ദേഹത്തെ കണ്ടെത്തിയത്. നാട്ടുകാരും പോലീസും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ CIയുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടെന്നാണ് കണ്ടെത്തൽ. ഒരാൾ വാഹനത്തിന്റെ സൈഡിൽ ഇടിച്ചു വീണെന്നും എന്നാൽ എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ട് കുഴപ്പമില്ലെന്ന് ധരിച്ച് പോയെന്നുമാണ് അനിൽകുമാർ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. വാഹനം താനല്ല ഓടിച്ചതെന്നാണ് ഇദ്ദേഹം പറഞ്ഞതെന്നും സൂചനയുണ്ട്. അതേസമയം അപകടം നടന്ന ശേഷം തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതായും പോലീസ് കണ്ടെത്തി. ഞായറാഴ്ച മേലുദ്യോഗസ്ഥരുടെ അനുമതിയില്ലാതെയാണ് പാറശാല സ്റ്റേഷൻ വിട്ട് അനിൽകുമാർ തട്ടത്തുമലയിലെ വീട്ടിൽ പോയത്. അനുമതിയില്ലാതെ പോയത് കൊണ്ടാണ് അപകടമുണ്ടായിട്ടും നിർത്താതെ പോയതെന്നാണ് വിവരം. അപകടമുണ്ടാക്കിയ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അപകടശേഷം കാർ സ്വകാര്യ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്തി തെളിവ് നശിപ്പിച്ചുവെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അപകടത്തിന് പിന്നാലെ ബംഗളൂരുവിൽ കേസ് അന്വേഷണത്തിനായി പോയ അനിൽകുമാർ ഇതുവരെ പാറശാല സ്റ്റേഷനിൽ ജോലിക്കെത്തിയിട്ടില്ല. കിളിമാനൂർ പോലീസ് സ്റ്റേഷന് സമീപമാണ് അപകടമുണ്ടായത്. അപകടം നടന്ന സ്ഥലത്തെ CCTV ദൃശ്യങ്ങളിൽ കാറിന്റെ നമ്പർ വ്യക്തമായിരുന്നില്ല. തുടർന്ന് തിരുവല്ലം ടോൾ പ്ലാസയിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് CIയുടെ വാഹനമാണെന്ന് തിരിച്ചറിഞ്ഞത്.
ന്യൂസ് 18 കിളിമാനൂർ. ഇടുക്കിയിൽ വീണ്ടും നിക്ഷേപ തട്ടിപ്പ്. മൂന്നാറിൽ പ്രവർത്തിച്ചിരുന്ന സ്വകാര്യ സ്ഥാപനത്തിനെതിരെ പരാതിയുമായി നിക്ഷേപക രംഗത്തെത്തി. 1.5 ലക്ഷം രൂപ തട്ടിയെടുത്തതായാണ് വീട്ടമ്മയുടെ പരാതി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാട്ടുപ്പെട്ടി റോഡിൽ പ്രവർത്തിച്ചിരുന്ന നെറ്റ്സ്റ്റാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് പള്ളിവാസൽ സ്വദേശിയായ പവൻതായ് മാടസ്വാമി പരാതി നൽകിയത്. അർബുദ രോഗബാധിതയാണിവർ. 1 വർഷം മുൻപ് 2 ഏജന്റുമാർ മുഖേന പവൻതായ് സ്ഥാപനത്തിൽ 50,000 രൂപ നിക്ഷേപിച്ചിരുന്നു. ഉയർന്ന പലിശയാണ് വാഗ്ദാനം ചെയ്തത്. നിക്ഷേപ കാലാവധി കഴിഞ്ഞതോടെ പണം തിരികെയെടുക്കാൻ ചെന്നപ്പോഴാണ് സ്ഥാപനം പൂട്ടിപ്പോയതായി ഇവർ മനസ്സിലാക്കിയത്. 2 തവണയാണ് நான் போட்டேன். ஒரு தவணை எடுக்கும்போது அங்க பிரச்சனை நடந்துச்சு. அப்புறம் ரெண்டையும் க்ளோஸ் பண்ணிடுடான்னு, இல்லம்மா கிடக்கட்டும், ஒரு 4-5 மாசம் இருக்கு, உங்களுக்கு வட்டியோட வாங்கிக்கோங்கம்மா அப்படின்னு நாங்க சாவியெல்லாம் கொடுக்க மாட்டோம். இந்த எல்லாம் ஐரஞ்சுக்குள்ள பொருள் போட்டு எல்லாமே வாங்கி வச்சிருக்கோம் ஆளுகளுக்குள்ளதெல்லாம். அதனால நீங்க பயப்பட வேண்டாமான்னு சொல்லி அந்த பிள்ளைங்க 2 பிள்ளைகளும் சொன்னாங்க. அதை நம்பி நான் போட்டு போயிட்டேன். இப்ப நான் காலாவதி முடிஞ்சு வந்து பார்க்கும்போது இங்க எல்லாம் அடைச்சு கிடக்குது. பேங்க் என்னன்னு கேட்டா இந்த பிள்ளைங்க வேற பேங்க்ல போய் குத்த வச்சுக்கிட்டு உட்காந்துக்கிட்டு இருக்காங்க. அப்ப என் காசு எனக்கு வேணும் இல்ல. அப்ப நான் யார்கிட்ட கேட்கறது? இவங்ககிட்ட கொடுத்தவங்கள்ட்ட தான் நான் வாங்க முடியும். 2 മാസത്തിലധികമായി സ്ഥാപനം പ്രവർത്തിക്കുന്നില്ല. മൂന്നാറിലെ തോട്ടം മേഖലയിലെ സാധാരണക്കാർ അടക്കം നിരവധി പേർ സമാന തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. സംഭവത്തിൽ പവൻതായ് മൂന്നാർ പോലീസിൽ പരാതി നൽകി. ന്യൂസ് 18 ഇടുക്കി. ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ഗുണ്ടാ നേതാവ് 3 പേരെ ആക്രമിച്ച കേസിൽ വീണ്ടും പിടിയിലായി. കൊല്ലം തഴുത്തല കാവുവിള സ്വദേശി പൊട്ടാസ് നിഷാദ് എന്ന നിഷാദാണ് പിടിയിലായത്. ഉമേനല്ലൂർ സ്വദേശി മനു, മകൻ അഭിമന്യു, സുഹൃത്ത് ഹാരിസ് എന്നിവരെയാണ് ഇയാൾ കഴിഞ്ഞ ദിവസം ആക്രമിച്ചത്. പോലീസിന് വിവരം നൽകിയെന്നാരോപിച്ചായിരുന്നു വീട് കയറിയുള്ള പ്രതിയുടെ ആക്രമണം. മനുവിനെ കഴുത്തുഞ്ഞിരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും തടയാനെത്തിയ അഭിമന്യുവിനെയും ഹാരിസിനെയും തലയ്ക്കടിക്കുകയും ചെയ്തു. മൂവരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. 20ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ നിഷാദ് കഴിഞ്ഞ മാസം കാപ്പ കേസിൽ അറസ്റ്റിലായിരുന്നുവെങ്കിലും ഹൈക്കോടതി ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരുന്നു. പുറത്തുവന്ന ഉടൻ തന്നെ വീണ്ടും ആക്രമണത്തിലേർപ്പെടുകയായിരുന്നു. കൊട്ടിയം സിഐയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. പാലക്കാട് ചാലിശ്ശേരി നരിമടയിൽ വാടക വീട്ടിൽ ലഹരിമരുന്ന് വ്യാപാരം നടത്തിയ കേസിൽ മുഖ്യപ്രതി പിടിയിൽ. വടക്കേക്കാട് സ്വദേശി ജാസിറാണ് വയനാട് നിന്ന് ചാലശ്ശേരി പോലീസിന്റെ പിടിയിലായത്. ഇതേ കേസിൽ പരുതൂർ മുക്കിലപ്പീടിക സ്വദേശി ഷറഫുദ്ദീൻ, ചാലിശ്ശേരി സ്വദേശി നിയാസ് എന്നിവർ മുൻപ് പിടിയിലായിരുന്നു. ഓഗസ്റ്റ് 16-നാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ചാലിശ്ശേരി നരിമട എന്ന സ്ഥലത്ത് വീട് വാടകയ്ക്കെടുത്ത് ലഹരിമരുന്ന് വ്യാപാരം നടക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് ചാലിശ്ശേരി പോലീസും ഡാൻസ് ഓഫ് സംഘവും പരിശോധന നടത്തിയത്. ഇവിടെ നിന്ന് 70 ഗ്രാം MDMA-യും 3750 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി. സംഭവത്തിൽ അന്ന് പരുതൂർ മുക്കിലപ്പീടിക സ്വദേശി ഷറഫുദ്ദീൻ, ചാലിശ്ശേരി സ്വദേശി നിയാസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരിൽ നിന്നുമാണ് വീട് വാടകയ്ക്കെടുത്തതും മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ മുഖ്യ സൂത്രധാരനും തൃശൂർ വടക്കേക്കാട് സ്വദേശി ജാസിറാണെന്നും മനസ്സിലായത്. വീട്ടിൽ വെച്ച് MDMA ചെറിയ പാക്കറ്റുകളിലാക്കി ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുകയായിരുന്നു ഇവരുടെ രീതി.
ഒരു കേസിൽ ജാസിറിന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിരുന്നു. തുടർന്ന് ഇയാൾ അനുജൻ റസാലിയുടെ അക്കൗണ്ട് വഴിയാണ് ഇടപാടുകൾ നടത്തിയത്. ഇത് കണ്ടെത്തിയ പോലീസ് റസാലിയെ അറസ്റ്റ് ചെയ്തിരുന്നു. കൂട്ടാളികൾ പിടിയിലായതായി അറിഞ്ഞ ജാസിർ അന്നു മുതൽ ഒളിവിലായിരുന്നു. ഇയാൾ കോയമ്പത്തൂർ, ആനക്കട്ടി ഭാഗങ്ങളിൽ ഉണ്ടെന്ന വിവരത്തെ തുടർന്ന് പോലീസ് അന്വേഷിച്ചെത്തിയപ്പോൾ പ്രതി കാർ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് SI ശ്രീലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് സുൽത്താൻ ബത്തേരി പോലീസിന്റെ സഹായത്തോടെ ജാസിറിനെ പിടികൂടിയത്. ചാലിശ്ശേരി SHO M മഹീന്ദ്രസിംഗിന്റെ നേതൃത്വത്തിൽ SI ശ്രീലാൽ, ASI റാഷിദ്, സ്ക്വാഡ് അംഗങ്ങളായ നൌഷാദ് ഖാൻ, സജിദ്, സിഞ്ചിത്, കമ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 പട്ടാമ്പി. കഞ്ചാവ് കടത്തിന്റെ പ്രധാന കേന്ദ്രമായി മാറുകയാണ് പാലക്കാട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ 6 കിലോയോളം ഉണക്ക കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ വലിയ തോതിലാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിനിൽ നിന്നുമൊക്കെയായി കഞ്ചാവ് കണ്ടെത്തിയിട്ടുള്ളത്. അതേസമയം എറണാകുളം കോതമംഗലം നെല്ലിക്കുഴിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ കഞ്ചാവുമായി ഒരാൾ പിടിയിലായി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. ഏതാനും മാസങ്ങൾക്കുള്ളിൽ വലിയ തോതിലാണ് ഇവിടെ നിന്ന് കഞ്ചാവ് പിടിച്ചിട്ടുള്ളത്. റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 5.8 കിലോഗ്രാം ഉണക്ക കഞ്ചാവ് കണ്ടെത്തിയതാണ് ഒടുവിലത്തെ സംഭവം. കഞ്ചാവ് ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞ പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചതായി അധികൃതർ പറഞ്ഞു. പട്ടാമ്പി എക്സൈസ് ഇൻസ്പെക്ടറുടെ ചുമതല വഹിക്കുന്ന ഒറ്റപ്പാലം എക്സൈസ് സർക്കിൾ ഓഫീസിലെ ഇൻസ്പെക്ടർ A മുരുകദാസിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഷൊർണൂർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും സംയുക്ത പരിശോധനയിൽ പങ്കെടുത്തു. കോതമംഗലം നെല്ലിക്കുഴിയിൽ കോതമംഗലം പോലീസ് നടത്തിയ പരിശോധനയിൽ കഞ്ചാവുമായി ഒരാൾ പിടിയിലായി. അസം സ്വദേശി ഫോജൽ അഹമ്മദാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 1.25 കിലോയോളം കഞ്ചാവ് പിടിച്ചെടുത്തു. രാത്രി പോലീസ് പട്രോളിംഗ് നടത്തുന്നതിനിടയിൽ സഞ്ചിയുമായി കണ്ട പ്രതിയെ സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് കണ്ടെത്തിയത്. SIമാരായ ആൽവിൻ സണ്ണി, ശശി, ASI മനാഫ്, SCPO അൻസാർ, അജ്മൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 പട്ടാമ്പി കോതമംഗലം. മലപ്പുറം വണ്ടൂർ തിരുവാലിയിൽ യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ. തിരുവാലി സ്വദേശി ഉണ്ണിയാണ് മരിച്ചത്. തിരുവാലി അങ്ങാടിയോട് ചേർന്നുള്ള കെട്ടിടത്തിലെ മുറിയിലാണ് 3 ദിവസം പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തിയത്. ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് വ്യാപാരികൾ നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം പുറത്തറിഞ്ഞത്. മരണകാരണം സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കൂവെന്ന് പോലീസ് പറഞ്ഞു. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.